ഇറാൻ ബന്ധം വീണ്ടും ഒരു സ്ഫോടനാത്മകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. സമാധാനത്തിന്റെ ഇടവേളകൾ അവസാനിച്ചതായും മുന്നറിയിപ്പുകൾ വെറും വാക്കുകളല്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ടെഹ്റാൻ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക വഴങ്ങണമെന്നും അല്ലാത്തപക്ഷം യുദ്ധക്കളത്തിലേക്ക് മടങ്ങാൻ മടിക്കില്ലെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യം മേഖലയെ മറ്റൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നു. നിലവിലെ സമാധാന കരാറിനെ വെറും ചവറ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. മുൻപ് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ പേരിന് മാത്രമായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് ട്രംപിന്റെ പുതിയ നിലപാടും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സമാധാനം എന്നത് വിദൂരമായ ഒരു സ്വപ്നമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത്. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രസ്താവനകൾ കൂടുതൽ ഗൗരവമേറിയതാണ്. തങ്ങളുടെ സൈന്യം ഏത് നിമിഷവും സജ്ജമാണെന്നും ശത്രുക്കൾക്ക് ഖേദകരമായ മറുപടി നൽകാൻ തങ്ങൾക്ക് മടിയുണ്ടാകില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം ഒരു ഭീഷണി എന്നതിലുപരി സൈനിക നീക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ടെഹ്റാൻ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ കരുനീക്കങ്ങൾ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യം ഇപ്പോഴും വഷളായി തുടരുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പ്രദേശം ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലാണെന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിന് തിരികൊളുത്താൻ പര്യാപ്തമാണ്. കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകരാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഇറാന്റെ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. ട്രംപിന്റെ കടുത്ത നിലപാടുകൾ വൈറ്റ് ഹൗസിന്റെ നയങ്ങളിൽ വരുന്ന വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒത്തുതീർപ്പുകൾക്ക് താൻ തയ്യാറല്ലെന്നും ഇറാന്റെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിക്കുന്നു. ഈ കടുത്ത നിലപാട് ഇറാനിലെ കടുത്ത ദേശീയവാദികളെ പ്രകോപിപ്പിക്കുകയും അവർക്ക് കൂടുതൽ ജനപിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയത്തിന്റെ വക്കിലാണെന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കുന്നു. ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ പാകിസ്ഥാൻ കൊണ്ടുവന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും ലംഘിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സമാധാന ചർച്ചകൾക്ക് പകരം പ്രകോപനപരമായ പ്രസംഗങ്ങളും സൈനിക അഭ്യാസങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഈ ഉടമ്പടി ലംഘിക്കപ്പെടുന്നത് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ പൂർണ്ണമായും തകർക്കും. ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും തള്ളിക്കളയാവുന്നതല്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാൻ മുതിരില്ലെങ്കിലും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് സാധിക്കും. ഈ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ഒരു പൂർണ്ണമായ സൈനിക നടപടിക്ക് അമേരിക്കയും 2 തവണ ആലോചിക്കേണ്ടി വരും. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കമായാണ് ടെഹ്റാൻ കാണുന്നത്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം അനുവദിക്കില്ലെന്ന് അവർ ആവർത്തിക്കുന്നു. കടലിലെ ഈ ശക്തി പ്രകടനം എപ്പോൾ വേണമെങ്കിലും ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറാം. ഇതിനോടകം തന്നെ നിരവധി ഡ്രോണുകളും നിരീക്ഷണ വിമാനങ്ങളും ഈ മേഖലയിൽ ഇരുഭാഗവും വിന്യസിച്ചു കഴിഞ്ഞു. സ്ഫോടനാത്മകമായ ഒരു വേനൽക്കാലത്തേക്കാണോ ഗൾഫ് മേഖല നീങ്ങുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഈ മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന പ്രവണത കാണാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യം മുൻപത്തേക്കാൾ ഭീകരമാണ്. നയതന്ത്ര പ്രതിനിധികൾക്ക് പകരം സൈനിക മേധാവികൾ സംസാരിച്ചു തുടങ്ങുന്നത് ശുഭസൂചനയല്ല നൽകുന്നത്. സമാധാനത്തിനുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനാകില്ല. ഇറാന്റെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്ന ആവശ്യം അമേരിക്ക തള്ളിക്കളഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് പ്രധാന കാരണം. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്നും ഇത് അമേരിക്കയുടെ സാമ്പത്തിക ഭീകരതയാണെന്നും ഇറാൻ ആരോപിക്കുന്നു. ഉപരോധങ്ങൾ തുടരുന്നിടത്തോളം കാലം ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് അവർ. ഈ സാമ്പത്തിക യുദ്ധം സൈനിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ പുലർത്തുന്ന നിശബ്ദത ആശങ്കാജനകമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും യുഎസിനും ഇറാനും ഇടയിലുള്ള വിടവ് നികത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ ഫലപ്രദമാകാത്തത്
സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ലോകശക്തികൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നത് പ്രശ്നപരിഹാരത്തിന് തടസ്സമാകുന്നുണ്ട്. ഇസ്രയേലിന്റെ നിലപാടുകളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പ് അമേരിക്കയെ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. മേഖലയിലെ ഇസ്രയേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും അമേരിക്കയെ ചൊടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തം അധികാര സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഭീകരമായ സൈനിക നീക്കങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. സൈനിക താവളങ്ങളിലെ അസാധാരണമായ തിരക്കും മിസൈലുകളുടെ പുനർവിന്യാസവും വലിയൊരു നീക്കത്തിന് മുന്നോടിയാണെന്ന് കരുതപ്പെടുന്നു. സൈനികർക്ക് അവധി നിഷേധിച്ചതായും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയവും ഈ സംഘർഷത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ തന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ളതാണോ എന്ന ചർച്ചകളും സജീവമാണ്. എങ്കിലും ഒരു വിദേശ നയം എന്ന നിലയിൽ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിലുള്ള സാധാരണക്കാരായിരിക്കും. ടെഹ്റാൻ നൽകിയ അന്ത്യശാസനവും ട്രംപിന്റെ വെല്ലുവിളികളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. സമാധാനത്തിനായുള്ള പാതകൾ അടഞ്ഞുപോയിട്ടില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാമെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സംഘർഷത്തിലേക്കാണ്. വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ സമാധാനത്തെ നിർണയിക്കും.